ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 26 വെള്ളി. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഭയം കൂടാതെ നീ ദൈവത്തിന് സാക്ഷ്യം നൽകണമെന്നാണ് നിന്റെ ദൈവം ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് ദൈവം ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ദൈവം പറയാണ്, നീ മനുഷ്യരെ പേടിക്കണ്ട, നീ ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. അവിടുന്ന് ഇങ്ങനെയാണ് പറയുക, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. നീ മനുഷ്യ പ്രവൃത്തികളെ പേടിപ്പിക്കേണ്ട. നിന്റെ നോട്ടം നിന്നെ അയച്ചിരിക്കുന്ന ദൈവത്തിലായിരിക്കട്ടെ. രണ്ടാമതായിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, അനേകം കുരുവികളെക്കാള് വിലയുള്ളവരാണ് നിങ്ങളെന്ന്. നിന്റെ ജീവിതം ദൈവസന്നിധിയില് വിലയുള്ളതാ. ദൈവം നിന്നെ വിലമതിച്ചിരിക്കുന്നു, ആർക്കും വേണ്ടാത്തതല്ല. അല്ലെങ്കിൽ നിന്നെ നശിക്കുവാനായിട്ട് പീഡിപ്പിക്കുവാനായിട്ട് ദൈവം വിട്ടുകൊടുത്തിരിക്കുന്ന അല്ല. നീ വിലയുള്ള വ്യക്തിയാണ്. നിന്റെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും, നീ കടന്നു പോകുന്ന വഴികൾ എത്ര ദുരിതം നിറഞ്ഞാണെങ്കിലും, ഏത് തരത്തിലുള്ളതാണെങ്കിലും, സുഹൃത്ത്, ഈശോ ഓർമ്മിപ്പിക്കാണ്, മോനെ മോളെ നീ വിലയുള്ളതാ. മൂന്നാമതായിട്ട് ഈശോ പറയാണ്, നിങ്ങൾ എന്നെ അംഗീകരിച്ചാൽ ഞാനും നിങ്ങളെ അംഗീകരിക്കും. നിങ്ങൾ എന്നെ ഏറ്റു പറഞ്ഞാൽ പിതാവിന്റെ സന്നിധി ഞാനും ഏറ്റു പറയും. നീ ദൈവത്തിന് വില കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം നിനക്കൊരു വില തരുമെന്ന് പറയുക. അടുത്തതായിട്ട് കർത്താവ് പറയാണ്, നീ ഒറ്റയ്ക്കല്ല, നിന്നെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവുണ്ട്. തക്ക സമയത്ത് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരും. ചുരുക്കത്തിൽ, നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവം നിന്നെ മാനിക്കുന്നു, ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. വേണ്ടത് തക്ക സമയത്ത് അവിടുന്ന് നൽകും. നിന്നെ അവിടുന്ന് വിലമതിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, മറ്റുള്ളവർ മൈൻഡ് ചെയ്യാത്ത അവസ്ഥകൾ, കടന്നു പോകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരിക്കലും നിന്നെ തളർത്താൻ പാടില്ല. തളർത്തുന്നുണ്ടെങ്കിൽ നീ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. തളർത്തുന്നുണ്ടെങ്കിൽ നീ നിന്റെ ദൈവത്തിൻ്റെ ചിന്താരീതികൾക്ക് അനുസരിച്ചല്ല പോകുന്നത് എന്നുള്ളതാണ്. നിനക്ക് നിന്റെ ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ വിശ്വസിച്ച് വിട്ടുകൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്നിലേക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനും നിന്നെ ബലമതിക്കുവാനും എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.